നെക്സ്റ്റ് ഈസ് റിഫ്ലക്റ്റിംഗ് ടെലസ്കോപ്പ്. റിഫ്രാക്റ്റിംഗ് ടെലസ്കോപ്പ് നമ്മൾ പഠിച്ചതാണ്. റിഫ്രാക്റ്റിംഗ് ടെലസ്കോപ്പിൽ ആദ്യം തന്നെ ഒരു ഒബ്ജക്റ്റീവ് ലെൻസ്, പിന്നെ ഒരു ഐ പീസ്, ഇതെല്ലാം കൂടി ഒരു ട്യൂബിനുള്ളിലാണ് വെക്കുന്നത്. ഇതാണ് റിഫ്രാക്റ്റിംഗ് ടെലസ്കോപ്പ്. ലൈറ്റിൻ്റെ റിഫ്രാക്ഷനാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ രണ്ട് ഡിസഡ്വാൻറ്റേജസ്: ഒന്ന്, ഇത് ഭയങ്കര ഹെവിയാണ്. ഈ ലെൻസ്, ഫസ്റ്റത്തെ ലെൻസില്ലേ, അപ്പോൾ അത് ബാലൻസ് ചെയ്ത് നിർത്തിയിരിക്കുന്ന അതിൻ്റെ ബൗണ്ടറീസിലാണ്. കണ്ടില്ലേ, ഈ പോയിന്റിലൊക്കെ ബാലൻസ് ചെയ്ത് നിർത്തിയിരിക്കുകയാണ്. വേറെ സപ്പോർട്ടില്ല. ഇവിടെ സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല, കാരണം ലൈറ്റിനെ ബ്ലോക്ക് ചെയ്യും. അത് ഇവിടെ നിന്ന് വരുന്ന ലൈറ്റിനെ ബ്ലോക്ക് ചെയ്യും. അപ്പോൾ ഇവിടെ ഈ സൈഡിൽ നമുക്ക് സപ്പോർട്ട് കൊടുക്കാൻ പറ്റില്ല. ബൗണ്ടറീസിൽ മാത്രമേ സപ്പോർട്ടുള്ളൂ. അപ്പോൾ അതൊരു ഇഷ്യൂ ആണ്, ബാലൻസിങ് പ്രോബ്ലം. കുറേ കൂടി ലാർജർ ടെലസ്കോപ്പ് ഉണ്ടാക്കാൻ പറ്റില്ല. ലാർജർ ടെലസ്കോപ്പ് ആവണമെങ്കിൽ, വളരെ അകലെയുള്ള ഒബ്ജക്റ്റുകൾ വാച്ച് ചെയ്യണമെങ്കിൽ ഈ ഒബ്ജക്റ്റീവ് ലെൻസ് വളരെ ലാർജർ ആയിരിക്കണം, ഭയങ്കര ഹെവി ആയിരിക്കും. അപ്പോൾ അത് ബാലൻസ് ചെയ്ത് നിർത്താൻ ബുദ്ധിമുട്ടാണ്. നമ്മളിങ്ങനെ മുകളിലോട്ടൊക്കെ നോക്കുമ്പോൾ ഇതിൻ്റെ വെയിറ്റ് വരുമല്ലോ. പിന്നെ വേറൊന്ന് ക്രോമാറ്റിക് ആബറേഷൻ എന്ന് പറയും. ക്രോമാറ്റിക് ആബറേഷൻ വേറൊരു ഡിസഡ്വാൻറ്റേജ് ആണ്. ക്രോമാറ്റിക് ആബറേഷൻ അതായത് നമ്മൾ അകലെയുള്ള ഒബ്ജക്റ്റുകൾ വാച്ച് ചെയ്യുമ്പോഴേ ചില സ്ഥലങ്ങളിൽ ചെറിയ കളറൊക്കെ ആയിട്ട് തോന്നും. ഇപ്പോൾ ട്രീ നമ്മൾ വാച്ച് ചെയ്യുകയാണ്, ചില സ്ഥലങ്ങളിലൊക്കെ റെഡ്, ചില സ്ഥലങ്ങളിൽ യെല്ലോ, അങ്ങനെയൊക്കെ തോന്നും. ചില സ്ഥലങ്ങളിൽ മാത്രം. അത് സൂക്ഷിച്ച് നോക്കുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ. അതാണ് ക്രോമാറ്റിക് ആബറേഷൻ. അത് റിഫ്രാക്ഷൻ നടക്കുമ്പോൾ അറിയാമല്ലോ, ചെറിയൊരു തോതിൽ ഡിസ്പേർഷനും കൂടി വരും. പ്രിസത്തിൽ ഡിസ്പേർഷൻ നടക്കണത് നമുക്കറിയാം. അപ്പോൾ ചെറിയ തോതിൽ ഡിസ്പേർഷൻ നടക്കുന്നത് കൊണ്ട് ചില കളറുകളൊക്കെ ആയിട്ടാണ് കാണുക ചില സ്ഥലങ്ങളിൽ. അതാണ് ക്രോമാറ്റിക് ആബറേഷൻ. റിഫ്രാക്ഷൻ നടക്കുമ്പോൾ ചെറിയ അളവിൽ എന്തുണ്ട്, ഡിസ്പേർഷൻ നടക്കുന്നുണ്ട്. കളറുകളായിട്ട് ഇങ്ങനെ ഡിവൈഡ് ചെയ്യുക, പ്രിസത്തിൽ നടക്കുന്ന പോലെ. അപ്പോൾ ഈ രണ്ട് ഇഷ്യൂസ് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും യൂസിങ് റിഫ്ലക്റ്റിംഗ് ടെലസ്കോപ്പ്. റിഫ്ലക്റ്റ് ചെയ്യുമ്പോൾ അവിടെ പ്രശ്നം വരുന്നില്ല, അവിടെ ഡിസ്പേർഷൻ നടക്കില്ല. റിഫ്ലക്റ്റ് ചെയ്യുമ്പോൾ ഡിസ്പേർഷൻ നടക്കില്ല. കാണിച്ചു തരാം. കേസ് ഗ്രെയിൻ എന്ന് പറയും. ഇതാണ് റിഫ്ലക്റ്റിംഗ് ടെലസ്കോപ്പ്. വളരെ അകലെയുള്ള ഒബ്ജക്റ്റ് നമ്മൾ വാച്ച് ചെയ്യാണ്. ഇവിടെ പ്രൈമറി ഒബ്ജക്റ്റീവ് മിററാണ് കേട്ടോ. കോൺവെക്സ്. ഇതെന്ത് മിററാണെന്ന് അറിയാമല്ലോ. ഇതെന്ത് ടൈപ്പ് മിററാണ്? ഇത് കോൺകേവ് മിററാണേ. കോൺകേവ് ആണ്. ഇവിടെ നടുക്ക് ചെറിയൊരു ഗ്യാപ്പ് ഉണ്ട്, അത് നോക്കണ്ട. ഇവിടെ കോൺകേവ് മിററാണ്. വളരെ അകലെ നിന്നുള്ള ഒബ്ജക്റ്റ് വരുന്നത് ഇവിടുന്ന് കോൺകേവ് മിററിൽ നിന്ന് റിഫ്ലക്റ്റ് ചെയ്തിട്ട് വേറൊരു മിറർ ഇവിടെ വെച്ചിട്ടുണ്ട്, സെക്കൻഡറി മിറർ. ഇത് പ്രൈമറി മിറർ. വളരെ അകലെ നിന്നുള്ള ഒബ്ജക്റ്റിൽ നിന്നുള്ള ലൈറ്റ് റേസ് റിഫ്ലക്റ്റ് ചെയ്തിട്ട് ഫസ്റ്റ് മിററിൽ നിന്ന് റിഫ്ലക്റ്റ് ചെയ്തിട്ട് നേരെ സെക്കൻഡറി മിററിലോട്ട് എത്തുന്നു. ആ സെക്കൻഡറി മിറർ അതിനെ വീണ്ടും റിഫ്ലക്റ്റ് ചെയ്യുന്നു. കണ്ടില്ലേ, ഇതിനെ റിഫ്ലക്റ്റ് ചെയ്തിട്ട് ഐ പീസ് ഇവിടെ എത്തുന്നു. ഇവിടെ നിന്ന് നമുക്ക് വാച്ച് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ഫോർമുലേസോ ഒന്നും വേണ്ട, ഈ ഡയഗ്രാം വരച്ചാൽ മാത്രം മതി. ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻസും ഇല്ല, ഇത്രയും മാത്രം എഴുതിയാൽ മതി. വളരെ അകലെയുള്ള ഒബ്ജക്റ്റിനെ ഇത് റിഫ്ലക്റ്റ് ചെയ്ത് സെക്കൻഡറി മിററിൽ മീറ്റ് ചെയ്യുന്നു. റിഫ്ലക്റ്റഡ് റേ ഫ്രം ദ പ്രൈമറി മിറർ മീറ്റ് അറ്റ് ദ സെക്കൻഡറി മിറർ. ആ സെക്കൻഡറി മിറർ അതിനെ വീണ്ടും റിഫ്ലക്റ്റ് ചെയ്തിട്ട് ഐ പീസിൽ എത്തിക്കുന്നു. അപ്പോൾ ഇവിടെ ആംഗിൾ കുറച്ച് കൂടുതലായിട്ട് കിട്ടും. നമ്മൾ ടെലസ്കോപ്പ് ഇല്ലാതെ നോക്കുന്ന ആംഗിളിനേക്കാളും കുറേ നല്ലൊരു ഇമ്പ്രൂവ്മെൻറ്റ് ഇവിടുത്തെ ആംഗിളിൽ വരും. അത്രയും മാത്രം കരുതിയാൽ മതി. വേറെ എക്സ്പ്ലനേഷനൊന്നും ഇവിടെ വരുന്നില്ല. അപ്പോൾ ഇവിടെ സപ്പോർട്ടിങ്ങിൻ്റെ ഇഷ്യൂസ് സോൾവ് ചെയ്യാൻ പറ്റും. കാരണം മിറർ ആയതുകൊണ്ട് ഇവിടെ ലെഫ്റ്റ് സൈഡിൽ ബൗണ്ടറീസിൽ മാത്രമല്ല, ഇവിടെ ലെഫ്റ്റ് സൈഡിലൊക്കെ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റും. ഇത് മിററാണ്, ഇത് വളരെ ചെറിയ മിററാണ്. ഇതിൻ്റെ സപ്പോർട്ട് ഇതിൻ്റെ ഇവിടുത്തെ സൈഡിൽ, നോൺ റിഫ്ലക്റ്റിംഗ് സൈഡിൽ സപ്പോർട്ട് കൊടുക്കാൻ പറ്റും. ശരിയല്ലേ? അപ്പോൾ സപ്പോർട്ടിൻ്റെ പ്രോബ്ലം പോയി കിട്ടും. പിന്നെ ഡിസ്പേർഷൻ നടക്കില്ല. ഡിസ്പേർഷൻ എന്ന് പറഞ്ഞാൽ റെഡ്, യെല്ലോ, ഗ്രീൻ അങ്ങനെ സെപ്പറേഷൻ ആയിട്ട് വരില്ല. റിഫ്ലക്ഷൻ നടക്കുമ്പോൾ ഒരിക്കലും കളറായിട്ട് ഡിവൈഡ് ചെയ്ത് വരില്ല. അപ്പോൾ ഇതാണ് റിഫ്ലക്റ്റിംഗ് ടെലസ്കോപ്പ്.